നമ്മളതിൻ്റെ അർത്ഥം പറഞ്ഞു ഗോപികമാരെന്നുള്ളതിൻ്റെ. ഗോപിക എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ നേടാൻ വേണ്ടി ജനിച്ചവർ, അവർക്ക് വേറൊരു ലക്ഷ്യമില്ല. അപ്പം പരിപൂർണ ജ്ഞാനമാണ് ഈശ്വരൻ, അതിനെ നേടാൻ വേണ്ടി മാത്രമാണ് ആര് ജനിച്ചത്? ഗോപികമാർ ജനിച്ചത്. ആ ഗോപികമാരെ പരിപൂർണ ജ്ഞാനത്തിലൂടെ മാതൃകയായി ഉയർത്തുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. ആ ഭാഗമാണ് ഭാഗവതത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പ്രാണൻ എന്ന് പറയുന്നത്. പ്രാണനല്ലേ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ? ആ പ്രാണൻ നഷ്ടപ്പെട്ടാൽ ഈ ശരീരം വെളുത്തതാണെങ്കിലും കറുത്തതാണെങ്കിലും തടിച്ചതാണെങ്കിലും കുറിയതാണെങ്കിലും നീളമുള്ളതാണെങ്കിലും നീളം കുറഞ്ഞതാണെങ്കിലും പിന്നെ വല്ല ഗുണവും ഉണ്ടോ? പ്രാണൻ പോയാൽ പിന്നെ വല്ല ഗുണവും ഉണ്ടോ? ഒരു ഗുണവുമില്ല. സൗന്ദര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇല്ലേ? തേച്ച് മിനുക്കി വെച്ചിരിക്കുന്നതാണെങ്കിലും തേക്കാതെ മിനുക്കി വെച്ചിരിക്കുന്നതാണെങ്കിലും സ്പ്രേ അടിച്ചതാണെങ്കിലും ചന്ദനം പൂശിയതാണെങ്കിലും, മനസ്സിലായില്ലേ? ആ പ്രാണൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെല്ലാം എന്താണ്? വെറും ജഡമാണ് അല്ലേ? അപ്പൊ പ്രാണൻ, ഭാഗവതത്തിന്റെ പ്രാണൻ എന്നത് ഭഗവാൻ ഗോപികമാരോടൊപ്പം പങ്കുവെക്കുകയാണ്. ഇവിടെ ഗോപികമാരാണ് ഭഗവാനിൽ ഏറ്റവും ആ ഭഗവാനിലേക്കുള്ള മനോഭാവത്തിൽ മത്സരിച്ച് ഓരോ ഭക്തനും പരസ്പരം മത്സരിക്കുന്നതായിട്ട് അതൊന്ന് ഭഗവാനിലേക്ക് എത്താൻ വേണ്ടി അതിലേറ്റവും മുമ്പിലെത്തിയവരാരാ? ഗോപികമാരാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഗോപികമാരെ 3 ഘടകങ്ങളിലൂടെ ഭഗവാൻ ഉയർത്തി. അപ്പോൾ ഗോപിക ഉദ്ധാരണം, നമ്മൾ ഗോവർദ്ധന ഉദ്ധാരണം കേട്ടിട്ടുണ്ടല്ലേ? ഗോവർദ്ധന ഉദ്ധാരണത്തിൻ്റെ പോലെ തന്നെ ഗോപിക ഉദ്ധാരണവും ഭഗവാൻ ഭാഗവതത്തിൽ ചെയ്തിട്ടുണ്ട്. ഗോവർദ്ധനം എന്ന് പറയുമ്പോൾ പുറമേയുള്ള ഒരു പർവ്വതത്തെ പ്രതീകമാക്കിയെങ്കിൽ ഗോപികമാരെ മനസ്സിനെ, ഓരോ ഗോപികമാരുടെയും മനോഭാവത്തെ ഉയർത്തി തന്നിലേക്ക് ചേർത്തു. അതാണ് ഗോപിക ഉദ്ധാരണം. അതിലെ 1ാമത്തെ പടിയായിരുന്നു വെണ്ണ എടുക്കൽ, 2ാമത്തെ പടിയാണ് വസ്ത്രാപഹരണം, 3ാമത്തെ പടിയാണ് രാസലീല. ഇവിടെ ഭഗവാൻ കംസന്റെ അടുത്തേക്ക് പോകേണ്ടത് അനിവാര്യതയായി ഭഗവാൻ തിരിച്ചറിഞ്ഞു. ഇനി ഏതാനും സമയം മാത്രമേ ഇനി എവിടെയുള്ളൂ? വൃന്ദാവനത്തിൽ ഉള്ളൂ. ആ ഗോപികമാരെ ദേഹബോധത്തിൽ നിന്ന് മുക്തരാക്കി, പക്ഷെ പരമമായ ജ്ഞാനത്തിലേക്ക് ചേർക്കണം. മനസ്സിലായില്ലേ? ദേഹബോധത്തിൽ നിന്ന് മുക്തരാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല, അവരെ പരമമായ ജ്ഞാനത്തിലേക്ക് ചേർക്കണം. മാർഗത്തിലേക്ക് എത്തിച്ചു, പക്ഷേ ലക്ഷ്യത്തെ കാട്ടിക്കൊടുക്കണമല്ലോ, ലക്ഷ്യത്തിലേക്കും കൂടെ എത്തിക്കണം. അപ്പം ഭഗവാൻ അതിനു വേണ്ടിയിട്ടൊരു ലീലയിലേക്ക് വരികയാണ്. കാരണം ഗോപികമാർ പരമമായ ജ്ഞാനത്തിൽ വന്നില്ല എങ്കിൽ, ദേഹബോധം അകന്നു എങ്കിലും അവർ ദുഃഖത്തിലേക്ക് വീഴും. പിന്നീട് എപ്പോഴെങ്കിലും വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. അത് വരാതിരിക്കണമെങ്കിൽ ശരിയായ ജ്ഞാനത്തിൽ മനസ്സുറയ്ക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഭഗവാൻ ഒരു പൗർണമി ദിനത്തിൽ അർദ്ധരാത്രിയിൽ ഭഗവാൻ തൻ്റെ ഓടക്കുഴലൊക്കെ എടുത്ത് യമുനാ തീരത്തെത്തി. ആ യമുനാ തീരത്തെത്തി യമുനയുടെ ആ മനോഹാരിതമാർന്ന സമയത്ത് ചന്ദ്രവംശത്തിൽ പിറന്ന അല്ലേ, ഭഗവാൻ ചന്ദ്രവംശത്തിലാണല്ലോ, ചന്ദ്രകുലോത്തുംഗനായ ഭഗവാൻ ആ ചന്ദ്രൻ്റെ ശോഭയാൽ പരിശോഭിതനായി നിന്നുകൊണ്ട് വളരെ മഹനീയമായ രൂപത്തിൽ നിന്നുകൊണ്ട് ഭഗവാൻ തൻ്റെ ഓടക്കുഴൽ അങ്ങോട്ട് ഊതാൻ തുടങ്ങി. ഈ ഓടക്കുഴൽ രാഗം ആ നാട്ടിലെ മുഴുവൻ ഗോപികമാരും കേട്ടു. മനസ്സിലല്ലേ? ആ ഓടക്കുഴൽനാദത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇതൊരു ആത്മരാഗമാണ്, ആത്മാവിനെ ഉണർത്തുന്ന രാഗമാണ്. ഭഗവാനെ തേടിയുള്ള ആത്മാക്കളാരാണ്? ഗോപികമാരാ. അതുകൊണ്ട് ഗോപികമാർ മുഴുവൻ ഇത് ശ്രവിച്ചു. മനസ്സിലല്ലേ? അർഹതയുള്ളവനിലേക്ക് ശരിയായ ജ്ഞാനം എത്തുള്ളൂ. അർഹതയിലേക്ക് എത്തി നിൽക്കുന്നവരാണ് ഗോപികമാര്. അതുകൊണ്ട് ഗോപികമാർ ഇത് ശ്രവിച്ചു. ഗോപികമാർക്ക് തോന്നിയത് ഇതൊരു ഓടക്കുഴലിൻ്റെ ശബ്ദമായിട്ടല്ല. ഗോപികമാർക്ക് തോന്നിയത് കൃഷ്ണൻ എന്നെ വിളിക്കുന്നു, കൃഷ്ണൻ എന്നെ വിളിക്കുന്നു. ഓരോ ഗോപികമാരും സ്വയം പറഞ്ഞു, ദേ കൃഷ്ണൻ വിളിക്കുന്നു, എന്നെ വിളിക്കുന്നു, എന്നെ വിളിക്കുന്നു എന്നൊരു അനുഭവമാർക്കുണ്ടായി. ഈ ഗോപികമാർക്ക് എല്ലാവർക്കും അവരുടെ ഉള്ളിൽ തോന്നാൻ തുടങ്ങി. പക്ഷെ ഇതെന്താ ഇത്രയും വലിയൊരു അത്ഭുതം പോലെ ഗോപികമാർക്ക് തോന്നാൻ? സാധാരണഗതി ഗോപികമാർ കൃഷ്ണ 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 എന്ന് പറഞ്ഞ് പുറകെ കൂടത്തേ ഉള്ളൂ. കൃഷ്ണൻ ഇന്ന് വരെ ഒരു ഗോപിക അങ്ങോട്ട് പോയി വിളിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? കൃഷ്ണന്റെ പുറവിൽ എല്ലാവരും ഇങ്ങനെ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കും. പക്ഷെ ഇവിടെയാണ് ഗോപികമാർക്ക് തോന്നി, കൃഷ്ണൻ വിളിക്കുന്നു, ഈ വിളിക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഈ ജന്മമെടുത്തത്. മനസ്സിലായില്ലേ? ഞങ്ങൾ ഈ ശരീരം സ്വീകരിച്ച് ഈ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും ഗോക്കള വളർത്തിയതും പാല് കറന്നതും തൈരെടുത്തതും ഭഗവാനെ വരവേൽക്കാൻ വെണ്ണയുണ്ടാക്കി വെച്ചതും ഭഗവാന്റെ കൂട്ടുകാരാവാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തതുപോലെ അവരങ്ങനെ ചിന്തിക്കുന്നത്. അവർ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തതുപോലും എന്തിനാണ്? ഈ കുഞ്ഞുങ്ങളോടുള്ള അടുപ്പം കൊണ്ട് ഭഗവാൻ ഞങ്ങളോട് അടുക്കണം. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഞങ്ങൾ ഈ ജന്മം മുഴുവൻ ജീവിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ വിളി കേൾക്കാൻ വേണ്ടി. ഇതാ ഭഗവാന്റെ വിളി വന്നിരിക്കുന്നു
എന്ന് കേട്ടു ഗോപികമാര്. ഇവർ ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങൾ അവസാനിപ്പിച്ചു. ചിലർ ഉറങ്ങിക്കിടന്നത് അവിടെയാണ് വിളി കേട്ടു ചാടി എഴുന്നേറ്റു. മനസ്സിലായില്ലേ? ചിലർ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുത്തുകൊണ്ടിരുന്നതാണ്, ആ സമയത്ത് വിളി കേട്ട് കുഞ്ഞിനെ മാറ്റി വെച്ചിട്ട് എഴുന്നേറ്റു. ചിലർ വെള്ളം കോരാൻ വേണ്ടിയിട്ട് തൊട്ടി പകുതി വഴി എത്തിയതേ ഉള്ളൂ, അപ്പോഴാണ് വിളി കേട്ടത്, തൊട്ടി അവിടേക്ക് ഇട്ടിട്ട് അവരിങ്ങോട്ട് പോയി. ചിലർ പുല്ലും എടുത്തുകൊണ്ട് പശുവിന് രാത്രി തീറ്റി കൊടുക്കാനായിട്ട് പോയതാണ്, പശു വായും തുറന്ന് നിൽക്കുക ഇപ്പം തരുമെന്നും പറഞ്ഞ് പുല്ല് വഴിയിലിട്ടിട്ട് അവർ തിരിച്ചു നടന്നു. ചിലർ ഭർത്താവിന് ചോറ് വിളമ്പി കൊടുത്ത് കറി ഒഴിക്കാൻ തവി എടുത്തപ്പോഴാണ് വിളി കേട്ടത്, ചോറ് മാത്രം വെച്ചു കറി കൊടുക്കാതെ അവരിറങ്ങി തിരിച്ചു. ചിലർ രാത്രിയിൽ നിന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് കയറും, വസ്ത്രം ധരിച്ച് കയറിയപ്പോഴാണ് വിളി കേട്ടത്, അവരതേ വേഷത്തിൽ പുറത്തിറങ്ങി. ഇങ്ങനെ അവർ ഏതവസ്ഥ, ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സ്വയം മറന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? അവനവൻ ചെയ്യുന്ന സ്ഥലത്തിൽ നിന്ന് അവർ സ്വയം മറന്ന് ഭഗവാന്റെ വിളിയിൽ ചേർന്നു. അങ്ങനെ ഈ ഗോപികമാർ എന്ത് ചെയ്തു? ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഓരോ വീടുകളിൽ നിന്നും ആ രാത്രിയിൽ ഗോപികമാർ പുറത്തേക്ക് ഇറങ്ങി. ഓരോ ഗോപികയുടെയും തോന്നൽ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ എന്നാ. പക്ഷെ ഇവരെല്ലാവരും പുറത്തിറങ്ങിയപ്പോഴും ആയിരക്കണക്കിന് ഗോപികമാരുടെ ഒരു വലിയ പ്രകടനമായി മാറി. ഇതിനിടയിൽ ചില ഗോപികമാരെ ഭർത്താക്കന്മാർ കയ്യിലൊക്കെ പിടിച്ചു. എവിടെയാ രാത്രി പുറത്തേക്ക് ചോദിച്ചു, അവർ കൈ തട്ടി മാറ്റിയിട്ട് നടന്നങ്ങ് പോയി. നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പം ഭഗവാന്റെ മായ കൊണ്ട് ഈ ഭർത്താക്കന്മാർക്ക് ഇവരെ തടയാൻ സാധിക്കാത്ത അവസ്ഥ വന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ വെളിയിലേക്ക് വന്ന് ഇങ്ങനെ നടന്ന് അങ്ങനെ ആ തെരുവിലൂടെ ഇങ്ങനെ ഒരു ഗോപികമാരുടെ ഒരു വലിയ യാത്ര അവരിങ്ങനെ പോവുകയാണ്. എല്ലാവരുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത, എന്താ? കണ്ണനെ കാണണം. മനസ്സിലായില്ലേ? കണ്ണൻ ഇന്ന് എന്നെ വിളിച്ചിരിക്കുന്നു, എന്തോ പ്രത്യേകതയുണ്ട്. ഇന്ന് വരെ വിളിക്കാത്ത കണ്ണൻ ഇന്ന് എന്നെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കണ്ണാ 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 എന്നുള്ളത് മാത്രം ശ്വാസത്തിനോടൊപ്പം ലയിച്ച് ആത്മാനന്ദത്തിൻ്റെ പരമാനുഭൂതിയിലേക്ക് എത്തിയ ഗോപികമാർ. മനസ്സിലായില്ലേ? അങ്ങനെ ഭഗവാനിലേക്ക് ഒരു നദി ഒഴുകുന്നത് പോലെ കടലിലേക്ക് എങ്ങനെയാണോ ഒരു നദി താളത്തോടുകൂടി ഒഴുകി ആ കടലിലേക്ക് വന്ന് ചേർന്ന് കടലായി ലയിക്കപ്പെടുന്നത്, അതുപോലെ ഗോപികമാർ ആത്മാനന്ദത്തിലൂടെ ഇങ്ങനെ ഒഴുകുക. എവിടേക്ക്? യമുനാ തീരത്തേക്ക്. യമുനാ നദി തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ഒഴുകുന്നതിനേക്കാൾ ഗംഭീരമാണ് ആര്? ഈ ഗോപികമാരുടെ ഒഴുക്ക്. അങ്ങനെ യമുനാ നദിയുടെ ഒഴുക്കിനെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിൽ ഗോപികമാർ എങ്ങനെ ഒഴുകി അങ്ങനെ ആ ഭഗവാന് ചുറ്റുമായി വന്നു. അവർ നോക്കുമ്പോൾ ആ മണൽത്തിട്ടയ്ക്ക് മുകളിൽ വളരെ മനോഹരമാർന്ന ഒരു വെൺകൽ പ്രതിമ പോലും തോറ്റുപോകുന്നത് പോലെ ചേതനയോടുകൂടി ഭഗവാൻ ആ പൂർണ്ണചന്ദ്രന്റെ കിരണങ്ങൾ ഇങ്ങനെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന മനോഹര കാഴ്ച. കണ്ണൻ ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു എന്ന് ഗോപികമാർ ചിന്തിച്ചു. ഇന്ന് വരെ കണ്ണനെ എടുത്ത് കുളിപ്പിച്ച് മടിയിൽ കിടത്തി പാല് കൊടുത്ത് കണ്ണെഴുതി പൊട്ടുകൊടുത്തി ഉമ്മ കൊടുത്ത് കൊണ്ടു നടന്ന് തോളിലേറ്റി താരാട്ടുപാടി ഉറക്കിയ ഗോപികമാരാ. മനസ്സിലായില്ലേ? അവർക്ക് തോന്നി ഇന്ന് കണ്ണൻ എന്തോ സൗന്ദര്യം കൂടിയിട്ടുണ്ട്. അത്രയും സൗന്ദര്യത്തോടു കൂടിയ കണ്ണന്റെ രൂപം ഇങ്ങനെ കണ്ടുകൊണ്ട് ഗോപികമാർ ചുറ്റും ചെന്നു. കുറേ നേരം ഇവരിങ്ങനെ കണ്ണൻ്റെ ആ ഓടക്കുഴൽനാദത്തിൽ ലയിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഭഗവാൻ പെട്ടെന്ന് തൻ്റെ ഓടക്കുഴൽനാദം അങ്ങോട്ട് നിർത്തിയിട്ട് ഭഗവാൻ ചുറ്റും നിൽക്കുന്നവരെ നോക്കിയിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്തേ ഈ രാത്രിയിൽ ഇവിടെ വന്ന് നിൽക്കുന്നത്? അപ്പൊ അവര് ചോദിച്ചു, ഭഗവാനെ നിനക്കറിയില്ലേ? എനിക്കെങ്ങനെ അറിയാനാണ്? നിങ്ങൾ വീട്ടിൽ കിടന്ന് ഉറങ്ങേണ്ട സമയത്ത് ഈ നാട്ടിലുള്ള നിങ്ങൾ ഈ സ്ത്രീകളെല്ലാം കൂടി ഇങ്ങനെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ? ഭഗവാനെ അങ്ങ് വിളിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നത്? ഭഗവാൻ ചോദിച്ചു, ഞാൻ വിളിച്ചോ? ആരെ വിളിച്ചു? ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. ഏയ് കൃഷ്ണ, നിങ്ങൾ വിളിച്ചു എന്നിട്ടാണ് വന്നത് എന്ന് ചില ഗോപികമാർ. ഭഗവാൻ ചോദിച്ചു, നിന്റെ വീട്ടിൽ ഞാൻ വന്ന് വിളിച്ചോ? നിന്നോട് നിന്റെ വീട്ടിൽ വന്ന് വിളിച്ചോ? ഓരോ പേര് ചൊല്ലി ഭഗവാൻ ചോദിച്ചു, നിന്നെ വിളിച്ചോ? ഞാൻ നിന്റെ വീട്ടിൽ വന്ന് വിളിച്ചോ? ഗോപികമാർക്ക് മറുപടിയില്ല. മനസ്സിലായില്ലേ? ഭഗവാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഓടക്കുഴൽ ഊതിയെന്നേ ഉള്ളൂ, ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ, നാട്ടിലുള്ള ഏതെങ്കിലും പുരുഷൻ എവിടെങ്കിലും നിന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി അർദ്ധരാത്രിയിൽ പോകുന്നത് സ്ത്രീകൾക്ക് യോജിച്ചതാണോ? നിങ്ങളൊക്കെ നല്ല സ്ത്രീകളാണെന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത്. നിങ്ങളാണോ കുലധർമ്മം പാലിക്കുന്ന സ്ത്രീകൾ? അർദ്ധരാത്രിയിൽ ഏതെങ്കിലും ഒരു പുരുഷൻ വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലുള്ള ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് ഇറങ്ങി ചെല്ലുന്നതാണോ നല്ല ധർമ്മം? ഗോപികമാർ പറഞ്ഞു, ഭഗവാനെ, ഈശ്വരൻ എന്ന നിലയിൽ നിന്റെ വിളി കേട്ട പിന്നെ ധർമാധർമ്മങ്ങളൊന്നും ഞങ്ങൾക്കില്ല. മനസ്സിലായില്ലേ? അവിടെ ധർമാധർമ്മങ്ങളൊന്നുമില്ല, ഭഗവാനിലേക്ക് ചേരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് ഗോപികമാർ പറയും. അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ കൊള്ളാം, നിങ്ങൾ വലിയ പണ്ഡിതന്മാരാണെന്നൊക്കെ എനിക്കറിയാം. മനസ്സിലായില്ലേ? തർക്കിക്കുന്നവരുമാണ്. പക്ഷേ എന്നാലും ഇത് ഉചിതമായില്ല. ഇങ്ങ് പറഞ്ഞു ഭഗവാൻ ഇവരെ അങ്ങോട്ട് ശഹാരിക്കാൻ തുടങ്ങി.
നിങ്ങൾക്ക് നാണമാവുന്നില്ലേ ഇങ്ങനെയൊക്കെയുള്ള കർമ്മം ചെയ്യാൻ? നിങ്ങൾ ഇത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കുടുംബത്തിൽ നിന്ന് അർദ്ധരാത്രിയിൽ ഇറങ്ങി ഇതാ ഒരുത്തം വിളിച്ചപ്പോൾ അവൻ്റെ കൂടെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർ നിങ്ങളെ എങ്ങനെ കാണും? മനസ്സിലായില്ലേ? ഞാൻ വിളിക്കാതെ ഇവിടെ വന്നാൽ നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ നിങ്ങൾ പറയും കൃഷ്ണൻ വിളിച്ചിട്ട്. അപ്പോൾ അവരെന്നെയും മോശക്കാരനായി കാണില്ലേ? അപ്പോൾ എന്നെയും മോശക്കാരനാക്കാനാണോ നിങ്ങളുടെ പുറപ്പാട് എന്നൊക്കെ ചോദിച്ചു ഭഗവാൻ ഇങ്ങനെ ശകാരിക്കാൻ തുടങ്ങി. ഗോപികമാർക്ക് മറുപടിയില്ല. അവരുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ ചോദിച്ചെന്നറിയോ? ഭഗവാന്റെ ഒരു രീതി ഇങ്ങനെയാണ്, പരീക്ഷിച്ച് ചേർക്കുക. നമ്മൾ നാളെ പറഞ്ഞില്ലേ, ഒരു ക്രൂരഭാവം ഭഗവാൻ ഭക്തനോട് ചിലപ്പോൾ പ്രകടമാക്കും. ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിട്ട് അവനെ ഭഗവാൻ തന്നിലേക്ക് ചേർത്തുകൊണ്ട് ശുദ്ധീകരിച്ചെടുക്കാനാണ്. ഇവിടെ ദേഹാഭിമാന ബോധം കളയാനല്ലേ ഭഗവാൻ വസ്ത്രാപകരണം നടത്തിയത്? ഈ ഗോപികമാർക്ക് ദേഹാഭിമാന ബോധം കളയാൻ വേണ്ടി പകർന്നു കൊടുത്ത ജ്ഞാനം അവരിൽ ഉറച്ചിട്ടുണ്ടെന്ന് അവരിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. ഇങ്ങനെ പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ദുരഭിമാനവും ദേഹബോധവും ഉള്ള ഗോപികയായിരുന്നെങ്കിൽ അന്നേരം പറഞ്ഞേനെ, ഈ കളി ഞങ്ങൾ നിർത്തി, ഞങ്ങൾ പോവാന്ന് പറഞ്ഞ് വീട്ടിൽ പോയേനെ. മനസ്സിലായില്ലേ? പിണങ്ങി പോയേനെ, പോത്തില്ലേ? പക്ഷെ ഇവിടെ ഗോപികമാർ ഒരാൾ പോലും പിന്തിരിഞ്ഞില്ല. കാരണം എന്താ? ഇവരെല്ലാവരും ദേഹബോധത്തിനപ്പുറം എത്തി എന്ന് ഭഗവാൻ ആ വസ്ത്രാപകരണത്തിലൂടെ നടത്തിയ ലീലയുടെ പരമതലത്തിൽ അവർ ഉയർന്നു എന്ന് ഗോപികമാരുടെ ഈ പ്രവൃത്തിയിലൂടെ നമുക്ക് പഠിക്കാനൊരവസരം. മനസ്സിലായില്ലേ? വെറുതെ അല്ല ഭാഗവതത്തിലെ ജ്ഞാനം, ജ്ഞാനമായി കേൾക്കാനുള്ളതല്ല, ജീവിതത്തിൽ പാലിക്കപ്പെടേണ്ടതാണെന്ന് നമുക്കറിയാൻ ഒരവസരം നമ്മുടെ മുന്നിൽ കാട്ടുകയാണ് ഭഗവാൻ, ഗോപികമാരെ നിമിത്തമാക്കിക്കൊണ്ട്. ഭഗവാന് മനസ്സിലായി ഇവരൊന്നും ദുരഭിമാനമുള്ളവരല്ല. അപ്പൊ ഭഗവാന് സന്തോഷമായി. ഭഗവാൻ എന്ത് ചെയ്തു? വീണ്ടും തന്റെ ഓടക്കുഴൽ അങ്ങോട്ട് എടുത്തു ഊതാൻ തുടങ്ങി. ഗോപികമാർക്ക് ആനന്ദമായി. ആ ഓടക്കുഴൽ ഊതുമ്പോൾ ഭഗവാന് പല രൂപങ്ങളായാൻ തുടങ്ങി. ഒരു 10 ഗോപികമാരുടെ ഇടയിൽ ഒരു കൃഷ്ണൻ, ഒരു തിരുവാതിര ഗ്രൂപ്പ് മോഡൽ. മനസ്സിലായില്ല? അങ്ങനെ യമുനാതടത്തിൽ ആയിരക്കണക്കിന് തിരുവാതിര ടീം, നമ്മളെ സാധാരണ തിരുവാതിര കളിക്കത്തില്ലേ മണ്ഡലം റൗണ്ടായിട്ട്, അതുപോലെയുള്ള ഒരു 10 ഗോപികമാരുടെ ഇടയിൽ ഒരു കൃഷ്ണൻ എന്നുള്ള നിലയിൽ ഇങ്ങനെ ഓരോ ടീമിന്റെ ഇടയിലും ആരുണ്ട്? കൃഷ്ണനുണ്ട്. അവിടെ എല്ലാം കൃഷ്ണൻ ഓടക്കുഴൽ ഊതിയുണ്ട്. ഗോപികമാർക്ക് സന്തോഷമായി. ഞങ്ങളുടെ കൂട്ടത്തിൽ ആടാനും പാടാനും കൃഷ്ണനുണ്ടല്ലോ എന്ന്. കൃഷ്ണൻ ഇതിനിടയിലൂടെ ഇങ്ങനെ വന്ന് ഓരോ ഗോപികമാർ അടുത്ത് വന്ന് കൈ ചുറ്റി കറങ്ങി കളിച്ച് ഇങ്ങനെ എല്ലാവരെയും തൊട്ടുരുമി ഉല്ലസിപ്പിച്ച് രസിപ്പിച്ച് ആനന്ദിപ്പിച്ച് ഇങ്ങനെ ഇഴുകിച്ചേർന്ന് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഗോപികമാരുടെ മനസ്സിലൊരു ചിന്ത, ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യശാലികൾ ഞങ്ങളാണല്ലോ, അല്ലേ? ശരിയല്ലേ? ഭഗവാനോടൊപ്പം ആടിയും പാടിയും കളിക്കാൻ സിദ്ധിച്ചു എന്നുള്ളത്. ഈ ചിന്ത വന്നതോടുകൂടി ഭഗവാൻ മറഞ്ഞു. എന്താ കാരണം? ഞങ്ങളെന്ന ഭാവം വന്നു, രണ്ടെന്ന ഭാവം വന്നു. മനസ്സിലായില്ലേ? ഭാഗ്യവാന്മാർ ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ഭാഗ്യം ഇല്ലാത്തവർ വേറെ ഉണ്ടെന്ന് തോന്നില്ല. അപ്പൊ രണ്ടെന്ന ഭാവം വന്നു. ദ്വൈത ഭാവം ഉണ്ടാവരുത് ഭഗവത് ചിന്തയില്. ഈ രണ്ടെന്ന ഭാവം വന്നതോടുകൂടി ഗോപികമാരെന്ന് ഭഗവാൻ മറഞ്ഞു. ഗോപികമാർക്ക് ദുഃഖമായി. കൃഷ്ണ കൃഷ്ണ നീ എവിടെയാണെന്നൊക്കെ ചോദിച്ചു. എല്ലായിടവും നോക്കി, എങ്ങും കാണുന്നില്ല. ഈ ടീമിലുമില്ല, ആ ടീമിലുമില്ല, അപ്പുറത്തെ ടീമിലുമില്ല. ഗോപികമാർക്ക് വിരഹദുഃഖം കൊണ്ട് കരയാൻ തുടങ്ങി. കൃഷ്ണ, ഈ ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു. അഥവാ ഞങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ? നീ മറഞ്ഞത് എന്തോ ഒരു തെറ്റ് നീ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നീ മറഞ്ഞത്. ഞങ്ങൾക്കറിയാം, നിന്റെ സ്വഭാവം ഞങ്ങൾക്കറിയാം. എന്തെങ്കിലും ഒരു തെറ്റുണ്ടായിരുന്നു ഞങ്ങളോട് തുറന്നു പറഞ്ഞാൽ പോരായിരുന്നു. ഞങ്ങൾ നിന്നെ അനുസരിക്കുമല്ലോ. കാരണം ഞങ്ങൾ നിന്നെ അനുസരിക്കാത്തൊരു സമയം ഉണ്ടായിരുന്നു, അല്ലേ? ചേലയും കൊണ്ട് ആലിന്റെ മേളിൽ കയറുന്നത് വരെ അനുസരിക്കില്ലായിരുന്നു. പക്ഷെ അതോടുകൂടി അനുസരണാശീലം ഞങ്ങളിൽ ഉണ്ടായി. അപ്പൊ ഞങ്ങൾ അനുസരിച്ചേനല്ലോ. പിന്നെയും നീ എന്തിനാ പരീക്ഷിക്കൊക്കെ ചോദിച്ചു ഇവരുടെ കണ്ണ് നിറഞ്ഞ് കഴിയുന്നത്. അതിനിടയിലൂടെ ഗോപികമാര് വീണ്ടും ഈ ഭഗവാന്റെ ലീലകളെ അനുസ്മരിക്കുന്ന ലീലകൾ സ്വയം ചെയ്യാൻ തുടങ്ങി. ഒരു ഗോപികയെ പിടിച്ച് നിലത്തിട്ടിട്ട് ഷാളെടുത്ത് ഇളി കെട്ടി തൻ്റെ ഇളിയിലും കെട്ടിയിട്ട് വലിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരലി വലിച്ചുകൊണ്ട് പോവാന്ന്. ഒരു ഗോപിക 5 പേരെ കുനിച്ചു നിർത്തിയിട്ട് നേരെ മുകളിൽ കയറിയിട്ട് തലയിലിട്ട് ചവിട്ടാൻ തുടങ്ങി. എന്താ? കാളിയമർദ്ദനം നടത്തുകയാണ്. ഒരു ഗോപിക നേരെ അവിടെ കണ്ട മരത്തിന്റെ കമ്പിനകത്ത് കയറി തൂങ്ങിയിട്ട് ഇല പിച്ചി താഴെ നിൽക്കുന്നവർക്ക് കൊടുക്കും. എന്താ? ഞാൻ വെണ്ണ എടുത്തു തരികയാണ്. മനസ്സിലായില്ലേ? ഒരു ഗോപികയുടെ മാറത്ത് കയറി ചാടി പിടിച്ചിട്ട് പറഞ്ഞു, നീ പൂതനയാണ്, ഞാൻ പാല് കുടിക്കാൻ പോവുകയാണ്. ഒരു ഗോപിക ചവിട്ടി തെറിപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഷടകാസുരനാണ്, ഞാനിതാ നിന്നെ വധിക്കാൻ പോകുന്നു. മനസ്സിലായില്ലേ? ഇങ്ങനെ കൃഷ്ണൻ ആടിയ ലീലകൾ സ്വയം മറന്ന് ഇവരാടാൻ തുടങ്ങി. അങ്ങനെ ആ ലീലകൾ ആടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഗോപിക പറഞ്ഞു, ദേ കണ്ടില്ലേ, കൃഷ്ണൻ കള്ളനാണ്. നമ്മളെ വിളിച്ച പേര് വീണ്ടും അവരും വിളിച്ചു. നമ്മളെ പറ്റിച്ചിട്ട് എവിടെയോ പോയിട്ടുണ്ട്. ഇത് കേട്ടപ്പോഴത്തേക്ക് എല്ലാവരും അവരുടെ ലീലകളൊക്കെ നിർത്തി. എന്താ കാര്യം എന്ന് തിരക്കണ്ടേ? നോക്കുമ്പോഴാണ് ആ യമുനാ നദി തടത്തിലൂടെ ദൂരേക്ക് 2 കാൽപാദങ്ങൾ പോയിരിക്കുന്നു. ഗോപികമാരുടെ ഉള്ളിൽ കത്താൻ തുടങ്ങി. 2 കാൽപാദത്തിൽ ഒന്ന് കൃഷ്ണന്റേതാണ്. കൃഷ്ണന്റെ കാൽപാദമൊക്കെ അവർക്ക് കൃത്യമായി അറിയാം.
ഒന്ന് കൃഷ്ണൻ്റെതാണ്, ഒന്ന് വേറെ ആരുടേതാ? ഇവിടെ നമ്മളല്ലാതെ വേറെ ആരില്ല. അപ്പൊ ഏതോ ഒരു ഗോപിക, മനസ്സിലായില്ലേ, ഏതോ ഒരു ഗോപിക നമ്മളിടയിൽ നിന്ന് കൃഷ്ണനെ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഭയങ്കരിയെ പിടിക്കണം. ഇത്രയും പേരെ പരിചിട്ട് സ്വന്തമായി കൃഷ്ണനെ ഒറ്റയ്ക്ക് കൊണ്ടുപോയവൾ ആരാണെങ്കിലും അവളെ പിടിക്കണം, വേണ്ടേ? ആ ഒരു ചിന്തയിലേക്ക് വന്നു. ഇനി ഇവർ പറയുകയാണ്, അല്ലെങ്കിൽ ഇനി കൃഷ്ണൻ ഇഷ്ടപ്പെട്ട ഒരുവളെ വിളിച്ചുകൊണ്ട് പോകണമെങ്കിൽ, മനസ്സിലായില്ലേ, നമ്മളെ എല്ലാവരും കൃഷ്ണൻ പറ്റിച്ചതല്ലേ. ഒന്നുകിൽ അവള് പറ്റിച്ചു, അല്ലെങ്കിൽ ആര് പറ്റിച്ചു? കൃഷ്ണൻ പറ്റിച്ചു. ഇഷ്ടമുള്ള ഒരുവളെ വിളിച്ചുകൊണ്ട് പോയി. അപ്പം നമ്മളൊക്കെ മോശക്കാരാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ കൃഷ്ണനെയും പിടിക്കണം, മനസ്സിലായില്ലേ? അത്ര ഒരാൾക്ക് വേണ്ടി മാത്രം അങ്ങനെ വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല എന്ന പ്രണയത്തിന്റെ തീവ്രതയിലേക്ക് ആരെത്തി? ഒരു കലകഭാവത്തിലേക്ക് എത്തി ഗോപികമാര്. ഈ ഗോപികമാരെല്ലാവരും പറഞ്ഞു മിണ്ടാതെ പോണം. എന്താ കാര്യം? ബഹളം വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ഒളിച്ചു കളയും. ഒളിക്കുന്ന കാര്യത്തിൽ ബഹുമിടുക്കനാണ് ആര്? അതുകൊണ്ട് മിണ്ടാതെ പോണം, കയ്യോടെ പിടിക്കണം. നമ്മൾ പറയത്തില്ല, തെളിവോടെ പിടിക്കണം. ഗോപികമാരെല്ലാവരും നിശബ്ദരായി. അതുവരെയുള്ള കരച്ചിലുകളൊക്കെ നിർത്തി. കൃഷ്ണനെയും കൂടെ പോയവളെയും കയ്യോടെ പിടിക്കാനുള്ള തയ്യാറെടുപ്പിൽ വളരെ നിശബ്ദമായി കാൽപാദങ്ങളെ പിന്തുടർന്ന് കുറേ ദൂരം ചെന്നപ്പോ അടുത്ത ആഘാതം, ഒരു വൃക്ഷച്ചവിട്ടില് വാടിയ പൂമാല കിടക്കുന്നു. പുതിയ പൂ ഇറുത്ത് മാല കെട്ടിയേക്കുന്നതിന്റെ അടയാളം. കണ്ടില്ലേ, അവൻ വാടിയ പൂമാല മാറ്റിവെച്ച് അവക്ക് പുതിയ പൂമാല കെട്ടിക്കൊടുത്തു. ആ പെൺകുട്ടികളെ ആകർഷിക്കാൻ മാല കെട്ടുന്നതിന് പണ്ടേ ഇവൻ മിടുക്കനാ, മനസ്സിലായില്ലേ? പലർക്കും മാല കെട്ടി കൊടുത്തിട്ടുണ്ട് പണ്ട്. ഈ പ്രണയകാലമൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഇവിടുത്തെ പ്രണയം അങ്ങനെ അല്ല, എന്നാലും ഒരു സ്നേഹ കാലഘട്ടം ഇല്ലേ, സ്നേഹമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി, മനസ്സിലായില്ലേ, അറിയാത്ത പണി വരെ കയറി ചെയ്യും. വവ്വാലിൻ്റെ കണക്ക് തൂങ്ങിക്കിടക്കാവോ ചേട്ടാന്ന് ചോദിച്ചാൽ മേളിൽ കയറി തൂങ്ങി തലകുത്തി വീണ് നടുവൊടിഞ്ഞാലും തെളിയിക്കാൻ കാണിക്കുന്ന കുറേ കോപ്രായങ്ങൾ കാണിക്കുന്ന കാലമാണ് ഏത്? ഈ പ്രണയകാലം. ഇത് കണ്ടിട്ടാണ് ചിലരെ വിചാരിക്കുന്നത് ഇതൊരു സുന്ദര കാലമാണെന്ന്. അത് കഴിഞ്ഞിട്ട് യാഥാർത്ഥ്യത്തോട് അടുക്കുമ്പോൾ അറിയാം. മനസ്സിലായോ? ഞങ്ങളെ നാട്ടിലുള്ള ഒരു പെങ്കൊച്ച് ഒരു 2 ദിവസം കാണാതെ പോയി. അപ്പോൾ വീട്ടുകാരൊക്കെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതിയെ കൊടുത്ത് കുറേ അന്വേഷണമൊക്കെ അത് കാണുന്നൊന്നുമില്ല. 3ൻ്റെ അന്ന് പെങ്കൊച്ച് തനിയെ വരുന്നു. എവിടെ ആയിരുന്നു? അത് ഇൻസ്റ്റ വഴി ഒരു പ്രണയം ഉണ്ടായിരുന്നു. ഇൻസ്റ്റ വഴിയാണ്, നേരിട്ടൊന്നും കണ്ടിട്ടില്ല. പയ്യനെ കാണാനൊക്കെ സുന്ദരമാണ്. പയ്യൻ പിന്നീട് വലിയൊരു വീടിൻ്റെ പടം കാണിച്ചിട്ട് പറഞ്ഞു ഇത് എൻ്റെ വീടാണ്, മനസ്സിലായില്ലേ? ഏതെങ്കിലും കാറിനടുത്ത് പോയി ചാരി എന്നിട്ട് ഇത് ഡാഡിയുടെ കാറാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു വലിയ ബിസിനസ് സ്ഥാപനത്തിൽ പോയി എന്നിട്ട് പറഞ്ഞു ഇതെൻ്റെ ജ്യേഷ്ഠൻ്റെ കടയാണ്. ഈ പെൺകുട്ടി വിചാരിച്ചു, എൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ നല്ല കോടീശ്വരനായ ഒരു ചെറുക്കൻ ഇൻസ്റ്റ വഴി എനിക്ക് പ്രണയം ദൂതുമായിട്ട് വന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് പെട്ടിയും കിടക്കെടുത്ത് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് നാട്ടിലെ ഏറ്റവും വലിയ തല്ലിപ്പൊളിയും, മനസ്സിലായില്ലേ, ഏറ്റവും കുഴപ്പം പിടിച്ചവനാണെന്ന് അറിയുന്നത് അവിടെ ചെന്നപ്പോൾ. 2ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ ആദ്യത്തെ ദിവസം കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി തങ്ങി. അച്ഛനും അമ്മയൊക്കെ തണുക്കട്ടെ, അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് സ്വന്തം വീട്ടിലേക്ക്. ആ പയ്യൻ വിചാരിച്ചത് 2 ദിവസം കഴിഞ്ഞല്ലോ, അപ്പോൾ ഇനി അവൾ തിരിച്ചു പോകില്ലെന്നും പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് നിന്നപ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സ് തകർന്നു, യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞപ്പോൾ. മനസ്സിലായോ? അപ്പോൾ ഈ പ്രണയകാലത്ത് ഇവൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡൽഹിയിൽ പോവും, ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവും. എന്നിട്ട് അന്ന് കൊടുത്ത വാഗ്ദാനമാണ് കല്യാണം കഴിഞ്ഞ ഹണിമൂണ് കാശ്മീരിലാണ്, മനസ്സിലായില്ലേ? 10 രൂപ ടിക്കറ്റ് എടുത്ത് അടുത്ത ടൗണിൽ വരെ പോകണമെങ്കിൽ അച്ഛനും അമ്മയും പൈസ കൊടുക്കണം. ആ അവസ്ഥയിലുള്ളവനാണ്. ജമ്മു കാശ്മീരിലും ന്യൂയോർക്കിൽ വേണോ, അവിടെ മറ്റേ ചൈനയിലെ വൻമതിലിൻ്റെ മേളിൽ കൂടെ നടക്കണ്ടേന്നൊക്കെ ചോദിച്ച് വിളിച്ചുകൊണ്ട് പോയി. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പലരുമൊക്കെ പോണത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, അതേ കണ്ടില്ലേ, മാല കെട്ടിക്കൊടുത്തിരിക്കുന്നു. അപ്പോൾ പഴയ മാല മാറ്റിയിരിക്കുന്നു. ഇത്രയും സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ, കൃഷ്ണനെ നമ്മളെ ഒന്നും വേണ്ട എന്നുള്ളതാണ്. എന്നാലും വിടണ്ട. ഇച്ചിരിയും കൂടെ കഴിഞ്ഞപ്പോൾ നോക്കിയാൽ ഒരു കാൽപാതയേ ഉള്ളൂ. ഇവരുടെ മനസ്സ് കലങ്ങി മറിഞ്ഞു. ഈ കലങ്ങി മറിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു കാൽപാദം ആരുടേതാണെന്ന് അറിയാൻ വയ്യ. നമ്മളും അങ്ങനെയല്ലേ, മനസ്സിങ്ങനെ കലങ്ങി മറിഞ്ഞ് വിഷമത്തിലെത്തുമ്പോൾ നമ്മൾ യാഥാർത്ഥ്യത്തിലെ കൃത്യത നഷ്ടപ്പെടും. അപ്പം ഭ്രമിച്ചു. അപ്പം കൃഷ്ണൻ്റേതാണോ ഇനി അവളുടേതാണോ എന്നറിയില്ല. പക്ഷെ ഇവർ ഉറപ്പിച്ചു 2 പേര് വന്നിടത്ത് ഒന്നേ ഉള്ളെങ്കിൽ ഒന്നുകിൽ അവൾ അവനെ എടുത്തിട്ടുണ്ടാവും, മനസ്സിലായില്ലേ? അവള് അവനെ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിലോ അവൻ അവളെ എടുത്തിട്ടുണ്ടാവും. ഇത് 2ആണെങ്കിലും അതൊരു ഭാഗ്യമല്ലേ? കൃഷ്ണനെ മാറോട് ചേർത്ത് കൊണ്ടു നടന്നവൾ ആരാണെങ്കിലും അവക്കൊരു ഭാഗ്യമാണ്. ഇനി കൃഷ്ണൻ മാറോട് ചേർത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ, അതും ഒരു ഭാഗ്യമാണ്. എന്നാലും പിടിക്കണം. അങ്ങനെ വീണ്ടും മുന്നോട്ട് നടന്നു. അങ്ങനെ വീണ്ടും
മുന്നോട്ടിങ്ങനെ നടന്നു പോകുമ്പോൾ കാണുന്നു ഒരു ഗോപിക ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് കരയുന്നു. ഒരാളേ ഉള്ളൂ. ഇവർ എന്ന് ചോദിച്ചു, കൃഷ്ണൻ എന്തിയേ? അടുത്ത് കൃഷ്ണൻ ഇല്ലാത്തതുകൊണ്ട് ഇവർ വഴക്കൂടാൻ ചെന്നവരാണ്. ഇവരടുത്തോട്ട് ചെന്നപ്പോൾ കൃഷ്ണനില്ല. അപ്പോൾ ഇവർക്കൊരു ആശ്വാസമായി, ഇവളെ കൂടെ ഇല്ലല്ലോ. അപ്പോൾ ഇല്ലേ, നമുക്ക് പൊതുവിലൊരു ചിന്തയുണ്ടല്ലോ, നമുക്ക് കിട്ടിയില്ലേലും കുഴപ്പമില്ല, മറ്റൊരാൾക്ക് കിട്ടുന്നതല്ലേ നമ്മുടെ ദുഃഖം, അല്ലേ? ശരിയല്ലേ? നമുക്ക് കിട്ടിയില്ലേലും കുഴപ്പമില്ല, മറ്റൊരാൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ ദുഃഖത്തിൽ വരും. നമുക്ക് കിട്ടിയില്ലെങ്കിൽ പറയോ എനിക്ക് കുഴപ്പമില്ല, അത് സാരമില്ല. മനസ്സിലായി? അപ്പം നമുക്ക് കിട്ടാത്തത് വേറൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാലോ വിഷമമായി മാറും. സിമ്പിളൊരു ഉദാഹരണം പറയാം. അപ്പം നിങ്ങൾ ഇവിടെ യജ്ഞശാലയിലേക്ക് വരുമ്പോൾ ഇപ്പം നാട്ടിൽ നടക്കുന്നൊരു വ്യവഹാരത്തിൻ്റെ രീതിയിൽ പറഞ്ഞാൽ, ഒരു ലോട്ടറി എടുത്തു നോക്കുക. 2 ദിവസം മുമ്പ് എടുത്തതാണ്. നിങ്ങളൊരു 3-4 പേര് ഒരുമിച്ച് വന്നതാണ്, അപ്പോൾ എടുത്തതാണ്. എല്ലാവരും ഓരോന്ന് ഇതോ എടുത്തു. വീട്ടിൽ കൊണ്ടുവന്ന് ഇത് വെച്ചു. വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ലോട്ടറി ഒക്കെ കൊണ്ടുവന്ന് വെച്ചു. അപ്പം വീട്ടിലുള്ളവർ എന്തിനാ എടുത്ത്, ഇത് അടിക്കുമെന്നൊന്നും ഉറപ്പൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ പിറ്റേ ദിവസം, ഇന്നത്തെ ദിവസം ലോട്ടറിയുടെ എടുക്കുന്ന സമയമാണെന്ന് നോക്കുക. ഇപ്പോൾ ഉച്ച സമയത്താണല്ലോ സാധനം എടുക്കുന്നില്ലേ, 1 മണിക്കോ 2 മണിക്കോ കണ്ടാണ്. അപ്പോൾ എടുക്കുന്ന സമയമാണ്. പെട്ടെന്നാണ് നമ്മളെ ഫോണിൽ ഒരു കോള് വരുന്ന. ലോട്ടറി തന്ന പയ്യൻ വിളിക്കുന്നു, ചേച്ചി അടിച്ചിരിക്കുന്നു, 1ാം സമ്മാനം ചേച്ചിക്കാണ് 5 കോടി രൂപ. പിന്നെ നമ്മൾ മോക്ഷത്തിന് ഇവിടെ ഇരിക്കുവോ? ടിക്കറ്റ് പെട്ടെന്ന് തന്നെ അവിടെ കൊണ്ടുവരണം, അതിൻ്റെ ഓഫീസിൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പിന്നെ ഇവിടെ ഇരിക്കുവോ? ചിലർ യജ്ഞത്തിന് വരുമ്പം ഈ വെയിലത്തൊക്കെ വെയിലാണെങ്കിലും കുഴപ്പമില്ല, ഭഗവാന്റെ പ്രസാദം ഇച്ചിരി കഴിച്ച് ഇച്ചിരി നേരം ഭാഗവതം കേട്ട ഒരു പുണ്യമോ. പിന്നെ ഈ പ്രസാദം കഴിക്കാൻ ഈ പുണ്യത്തിന് ഇവിടെ നിൽക്കുവോ? 5 കോടി അടിച്ചെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിൽക്കുവോ? ഇല്ല, നമ്മൾ വേഗത്തിൽ തിരിച്ചു പോകും. അപ്പം വേഗത്തിൽ തിരിച്ച് ചെന്ന് വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴാണ് ലോട്ടറി വെച്ചെടുത്ത് കാണുന്നില്ല. ആകെ പ്രശ്നമായി. അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം തെള്ളിയിട്ട് മറിച്ച് വാരി വലിച്ചിട്ട് തേച്ച് അടുക്കി അലുമാരി വെച്ചിരുന്ന തുണിയെല്ലാം കൂടെ നിലത്ത് വാരി എറിഞ്ഞ് ദേഷ്യം വന്നപ്പോൾ അവിടെ ഇരുന്ന പലതും തട്ടി മറിച്ച് പൊട്ടിച്ച് ഇതെല്ലാം കളഞ്ഞു. കാരണം എന്താ, 5 കോടി കിട്ടുമ്പോൾ ഇതിനേക്കാളും വലിയ സാരിയും പൊട്ടിപ്പോയ കുപ്പിയും ഭരണിയും മിക്സിയേക്കാളൊക്കെ നല്ല സാധനമൊക്കെ വാങ്ങാം. അങ്ങനെ ടി വിയും അതും ഇതും എല്ലാം ഇട്ട് തെള്ളി എറിഞ്ഞ് ആകെ നോക്കുമ്പോഴാണ് അവസാനം വീട്ടിലെ കൊച്ചുമോൻ ലോട്ടറി എടുത്തുകൊണ്ട് വരും. അമ്മുമ്മ ദാണ്ടിരിക്കുന്നത്, എവിടെ ഇരുന്ന് മോനെ? അത് തോയില്ലല്ലോ, അവിടെ ഇന്ന സ്ഥലത്തിരുന്ന്. മനസ്സിലായില്ലേ? നമുക്കൊരു സന്തോഷമായി. ഈ ലോട്ടറി ടിക്കറ്റ് മേടിച്ച് ആനന്ദത്തോടു കൂടി ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് ഈ ലോട്ടറി ടിക്കറ്റ് നമുക്കെന്ന പയ്യൻ ഓടി വരുന്നത്, ചേച്ചി ക്ഷമിക്കണം, ഒരു നമ്പർ തെറ്റിപ്പോയി. മനസ്സിലായില്ലേ? ഒരു നമ്പർ തെറ്റിപ്പോയി. അപ്പം നമ്മൾ പറയും, ഓ നമുക്ക് വിധിയില്ല, പോട്ടെ. പിന്നെ അത് എടുത്തത് ആ പാവപ്പെട്ട പയ്യൻ കൊണ്ടുവന്നപ്പോൾ അവനോടൊരു സന്തോഷം ഇല്ലേ, സ്നേഹം കൊണ്ടൊരു 10 രൂപ അവന് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആശ്വസിച്ചിരിക്കും. ഇത് പറഞ്ഞ് നമ്മളിരിക്കുമ്പോഴേക്കും തൊട്ടപ്പുറത്തെ ലീലയുടെ വീട്ടിൽ നിന്ന് ഭയങ്കര ബഹളം. എന്താ കാര്യം? അന്നേരമാണ് നമ്മൾ തിരക്ക്. തലയിട്ട് നോക്കുമ്പം അവിടെ നിന്ന് പറഞ്ഞ്, ചേച്ചി ലോട്ടറി എനിക്ക് അടിച്ചത്. അതോടുകൂടി നമുക്ക് അറ്റാക്ക് വരും. നമുക്ക് അടിക്കാത്തതിൻ്റെ വിഷമത്തെക്കാളും വലിയ വിഷമം എന്താ? ശരിയല്ലേ? ഇത് സംഭവിക്കാറില്ലേ? സാധാരണഗതി വരും. അതിനേക്കാളും വിഷമം അപ്പുറത്തുള്ള ആൾക്ക് കിട്ടിയതാണ് എന്ന് വരും. ഇവിടെ ഗോപികമാർ ഈ ഒരു ഭാവത്തിൽ തന്നെ വന്നു. എന്താ, ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അവക്കും കിട്ടിയില്ലല്ലോ, അപ്പോൾ ആശ്വാസമായി. അപ്പോൾ ആ ഗോപികയെ പിടിച്ചിട്ട് ചോദിച്ചു, എന്തേടി കൃഷ്ണൻ, നീ കൃഷ്ണനെയും കൊണ്ട്, നീ കള്ളമൊന്നും പറയണ്ട, നീ കൃഷ്ണനെയും കൊണ്ട് വന്നവളാണെന്ന് ഞങ്ങൾക്ക് പിടിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, തെളിവുകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിനക്ക് ഇതാ നിന്റെ തലയിലിരുന്ന മാല, വാടിക്കിടന്ന മാല വഴിയിൽ കളഞ്ഞതും ഇപ്പം നിന്റെ തലയിരിക്കുന്ന പുതിയ മാല കൃഷ്ണൻ കെട്ടിത്തന്നതാണെന്ന്, വാടിയ മാല നീ അവിടെ കൃഷ്ണൻ എടുത്ത് കളഞ്ഞതും ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് തെളിവൊക്കെ കൊടുത്തു. അപ്പം ഗോപിക പറഞ്ഞു, അത് ശരിയാണ്, കൃഷ്ണൻ എൻ്റെ കൂടെ ഇവിടം വരെ ഉണ്ടായിരുന്നു, അത് കറക്റ്റാണ്, എനിക്ക് മാല കെട്ടി തന്നു, അത് സത്യമാണ്, വാടിയ മാല എടുത്ത് കളയാൻ പറഞ്ഞതും ഒക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എന്നെയും കളഞ്ഞിട്ട് പോയി. അപ്പം മറ്റുള്ളവർ പറഞ്ഞു, അല്ലേലും അങ്ങനെ തന്നെ വേണം. സന്തോഷമായി. എന്താ, തുല്യ ദുഃഖത്തിലെത്തി എന്ന് പറയുന്ന അവസ്ഥയിലെത്തി. അപ്പോഴാണ് ഈ ഗോപിക എടുത്ത് വെച്ച്, അതെന്താ നിന്നെ ഇവിടെ കളഞ്ഞിട്ടത്? ഈ ഇങ്ങനെ കൂടെ പോയ ഒരു ഗോപികയാണ് നമുക്കൊരർത്ഥത്തിൽ രാധ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം ഭാഗവതം നേരിട്ട് രാധയുടെ ചരിതം പറയുന്നില്ല. മനസ്സിലായില്ലേ? രാധയുടെ ചരിതം പറയുന്നത് മറ്റു ചില കൃതികളിലാണ്. അതിൽ ഗർഗഭാഗവതത്തിലും അങ്ങനെയുള്ള ജയഗോപാലൻ എന്ന് പറഞ്ഞാൽ ജയഗോവിന്ദം എന്ന കൃതിയിലൊക്കെയാണ് ആരുടെ ചരിതം പറയുന്നത്? രാധ എന്ന കഥാപാത്രം കൂടുതലായിട്ട് പറയുന്നത്. ഈ ഗോപികന്മാരിടയിൽ നിന്നൊരു ഉത്തമ സ്ത്രീ എന്നുള്ള നിലയിൽ രാധയെ അവതരിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ സ്ത്രീയെ വേണമെങ്കിൽ എന്ത് പറയാം? രാധ എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് വിശേഷിപ്പിച്ച് കാണാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഗോപിക പറഞ്ഞു, ഞാനിങ്ങനെ കൃഷ്ണനോട് ഇവിടം വരെ വന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, ഞാനാണല്ലോ ഏറ്റവും വലിയ ഭാഗ്യശാലി. കാര്യം ഇത്രയും ഗോപികമാരെ ഉപേക്ഷിച്ച് എന്നെയാണല്ലോ കൃഷ്ണൻ
കൂടെ കൂട്ടി. അപ്പം ഞാനെന്ന ഭാവം വന്നപ്പോൾ ആരെയും കളഞ്ഞു? എന്നെയും കളഞ്ഞു. അപ്പം ഗോപികമാരെല്ലാവരും കൂടി വീണ്ടും മനസ്സിലാക്കി ഈ ഞാനെന്ന ഭാവം അല്ലേ, ഇത് കളയാനാണല്ലോ ഭഗവാൻ വസ്ത്രാപകരണത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചു. പക്ഷേ അറിയാതെ ഭഗവാൻ വന്നു ചേർന്നപ്പോൾ ആ ഭാവത്തിലേക്ക് അറിയാതെ ഒന്ന് എത്തി. മനസ്സിലായില്ലേ? അപ്പം ഒരിക്കൽ പോലും ഞാനെന്ന ഭാവം നമ്മളിൽ അങ്കുരിക്കരുത്. അങ്ങനെ അങ്കുരിച്ചാൽ നമുക്ക് ആ ഈശ്വരൻ എന്ന അനുഭവതലം നമുക്ക് കിട്ടാതെ വരും. അപ്പോൾ ആ ഭാവത്തിൽ നിന്ന് മുക്തരാവാൻ വേണ്ടി ഇവരെല്ലാവരും കൂടി കൈകൂപ്പി ഭഗവാനെ പ്രാർത്ഥിച്ചു, ഭഗവാനെ സ്തുതിച്ചു. അതാണ് ഗോപികാഗീതം എന്നൊരു ഭാഗമുണ്ട്, ഒരു സ്തുതിയാണ് ഗോപികാഗീതം. ആ ഗോപികാഗീതം ഒരു വലിയ ആത്മപ്രാർത്ഥനയാണ്. ഭഗവാനെ, ചിരന്തനമായ നിന്നെ അറിയാതെ പോയത് കൊണ്ടുള്ള അപരാധങ്ങൾ ക്ഷമിക്കണമേ, അജ്ഞാനത്തെ അകറ്റി ജ്ഞാനദീപമായി നീ ഞങ്ങളിൽ ജ്വലിക്കണമേ. മനസ്സിലായില്ലേ? നീ ഇല്ലാതെ പ്രാണനില്ലാതെ ശരീരമില്ലതുപോലെ നീ ഇല്ലാതെ ഞങ്ങളില്ല എന്ന് നിനക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊരു ആത്മഭാവത്തിൽ ഏറ്റവും നല്ല പ്രാർത്ഥനയാണ് ഗോപിക. ഈ ഗോപികാഗീതം കൊണ്ട് ഗോപികയുടെ മനസ്സ് ശുദ്ധമായപ്പോൾ ഭഗവാൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഈ പ്രത്യക്ഷപ്പെടൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഓരോ ഗോപികമാരോടൊപ്പം ഓരോ കൃഷ്ണൻ. മനസ്സിലായില്ലേ? മുമ്പേന്ന് പറഞ്ഞാൽ 10 പേരുടെ ഇടയിൽ ഒരാളെ ഉള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഓരോ ഗോപികമാരോടെ ഓരോ കൃഷ്ണൻ. എന്താ കാരണം? ഓരോ ഗോപികമാരുടെയും ഉള്ളിലുള്ള ആ ഭക്തി സ്വരൂപം തന്നെയാണ് അവരുടെ കൂടെ വന്നു ചേർന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ കൃഷ്ണൻ പലതായതല്ല. ഓരോ ഗോപികമാരുടെ ഉള്ളിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച് ആ പ്രാർത്ഥനാപൂർവം കണ്ടിരുന്ന ആ രൂപത്തെ അവരനുഭവിച്ചു. അപ്പോൾ ഓരോ ഗോപികയ്ക്കും കൃഷ്ണൻ എൻ്റെ ഒപ്പമാണ്, എന്നിൽ ചേർന്ന് കൃഷ്ണനുണ്ട് എന്ന ഭാവം വന്നു. കൃഷ്ണനിൽ നിന്ന് വേർപിരിയാതെ ഗോപികമാർ കൃഷ്ണനിൽ ലയിച്ചു, കൃഷ്ണൻ ഗോപികമാരിലും ലയിച്ചു. അങ്ങനെ സർവഗോപികമാരുടെയും ഹൃദയാന്തവാസിയായി അനാഹത പത്മത്തിൽ ആരോമലായി ആര് വിടർന്നു? ഭഗവാൻ വിടർന്നു. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ അവരോടൊപ്പം ചേർന്നു. ആ രാത്രിയുടെ അവസാന യാമത്തിൽ ഭഗവാൻ ചോദിച്ചു, നിങ്ങളെല്ലാവരും ഗൃഹങ്ങളിലേക്ക് മടങ്ങേണ്ടതല്ലേ എന്ന് ചോദിച്ചു. ഗോപികമാർ വളരെ സന്തോഷത്തോടെ അവരവരുടെ ഗൃഹങ്ങളിലേക്ക് പോയി. പോകുമ്പോഴും ഇവരോടൊപ്പം ഓരോ ഗോപികമാരോട് ആരുണ്ട്? ഓരോ കൃഷ്ണനുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഒരിക്കൽ പോലും ഗോപികമാർക്ക് കൃഷ്ണൻ തങ്ങളിൽ നിന്ന് വേറിട്ട് പോയതായ ഒരു ബോധം തോന്നിയിട്ടില്ല. അതോടുകൂടി വേറിട്ട് പോയാലല്ലേ ദുഃഖിക്കേണ്ടി വരൂ. മനസ്സിലാവുന്നുണ്ടോ? വേറിട്ട് പോയാലല്ലേ വിരഹം വരൂ. അപ്പം വിരഹബോധമില്ലാതെ പരമാനന്ദ ബോധത്തിൽ പരിപൂർണമായും ഗോപികമാരെ ചേർത്തു. അതായത് ഭഗവാൻ ഇനി കംസനെ തേടി പോയാലും ഗോപികമാര് കരയില്ല. എന്താ കാരണം? കൃഷ്ണൻ എങ്ങും പോയിട്ടില്ല. ഓരോ ഗോപികമാർക്കും അവരവരുടെ കൃഷ്ണൻ ആരുടെ കൂടെ ഉണ്ട്? അവരവിടെ ഉണ്ട്. നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കുമ്പോൾ ആ ഭഗവാൻ നമ്മളെ കൂടെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഓരോ ഭക്തന്റെ ഉള്ളിലും, മനസ്സിലായോ, നമ്മുടെ ഉള്ളിൽ നമ്മളെ കൂടെ ഭഗവാൻ ഉണ്ടെന്ന ബോധത്തിൽ എത്തിച്ചേരുന്നതാണ് ഭക്തിയുടെ പൂർണ്ണത. പറഞ്ഞു മനസ്സിലായില്ലേ? അല്ല ഭഗവാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കുന്നു, നമ്മൾ പുറകെ പോകുന്നല്ല. അപ്പൊ അവനവന്റെ ഉള്ളു ചിത്തം നിശ്ചലമാകണം. ആത്മോപാസന വേളയിൽ ചിത്തം നിശ്ചലമാണെങ്കിൽ എന്തിന് പൂജാവിധികൾ ഏറെയും? പിന്നെ ഒരു പൂജാവിധികളുടെ ആവശ്യമില്ല. ഭഗവാനെ ഉള്ളിലാക്കാനാണ് പൂജയും വിധികളും കർമ്മങ്ങളും ഒക്കെ. ഉള്ളിലായിക്കഴിഞ്ഞാൽ പിന്നെ, മനസ്സിലായില്ലേ, ഉള്ളിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ അതും ഈ ഭഗവാനും നമ്മളും എവിടെയാണ് ഈശ്വരൻ? നിന്നിലാണ്, എന്നിലാണ് ഈശ്വരൻ. നിന്നിലും എന്നിലും കുടികൊള്ളും പരമേകമാം ചൈതന്യമാണ് ഈശ്വരൻ. അല്ലേ? ആണോ? സംശയമുണ്ടോ? ഉണ്ടോ? ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളെ ഇത് ഹൃദയത്തിൽ ഉറപ്പിച്ചു കൊടുക്കുന്ന നാട്ടിലാണ് നിങ്ങൾ ജനിച്ചത്, ആ മണ്ണിലാണ് നിങ്ങൾ ജനിച്ചത്. എന്നിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്താ? പേട്ടതുള്ളിയാടുന്ന അയ്യന്റെ നാടല്ലേ ഇത്? ആണോ? എന്താ ഈ പേട്ടതുള്ളിയാട്ടം? എന്താ പേട്ടതുള്ളിയാട്ടം? അങ്ങനൊന്നും ചോദിക്കരുത്. കുറെ നാട്ടിൽ നിന്ന് കുറെ പേര് വന്ന് എന്തൊക്കെ അവിടെ കാട്ടിക്കൂട്ടുന്നു പോകുന്നു അല്ലേ? ഉദയനെന്ന കൊള്ളക്കാരനാൽ ശബരിമല അടക്കമുള്ള 18 മലകളിലെയും ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ട് ആ ഉദയൻ എന്ന കൊള്ളക്കാരനാൽ ജനജീവിതം ദുസ്സഹമായപ്പോൾ ആ ഉദയനന്റെ കയ്യിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് യോദ്ധാവായ പന്തളത്ത് രാജകുമാരനായി വന്നു ചേർന്ന സാക്ഷാൽ മണികണ്ഠസ്വാമി അയ്യപ്പൻ, അദ്ദേഹത്തിനോടൊപ്പം പല തലങ്ങളിലുണ്ടായിരുന്ന ഗ്രാമീണരായ യോദ്ധാക്കന്മാരെ
പല സ്ഥലത്തെയും കളരിയിലുള്ള യോദ്ധാക്കന്മാരെ ഒരുമിച്ച് ചേർത്ത് ആ കരിമല വഴി കടന്ന് ഉദയനന്റെ താവളത്തെ ആക്രമിച്ച് ഉദയനനെ വധിച്ച്, മനസ്സിലായില്ലേ, വിജയം ആഘോഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആ പടയാളികളായി വന്നു ചേർന്നിരുന്നവര് ആനന്ദ നൃത്തമാടിയ യുദ്ധത്തിന്റെ ധർമ്മ വിജയത്തിന്റെ തുള്ളലാണ് പേട്ട തുള്ളല്. മനസ്സിലായില്ലേ? ആ സമയത്ത് ഒരു നാമമുണ്ട്. എന്താ നാമം? സ്വാമി തിന്തകത്തോ അല്ല, വളഞ്ഞു വളഞ്ഞു വളഞ്ഞ് അവസാനം ഇപ്പൊ കൂനിലെത്തി. സ്വാമി നിന്റെ അകത്തോ. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ അതാണ് പേട്ടതുള്ളിന്റെ അർത്ഥം. സ്വാമി നിന്റെ അകത്തോ, സ്വാമി എൻ്റെ അകത്ത്, അയ്യപ്പൻ നിന്റെ അകത്തോ. മനസ്സിലായില്ലേ? അപ്പൊ അപ്പുറത്ത് പറയും അയ്യപ്പൻ എൻ്റെ അകത്ത്, സ്വാമി നിന്റെ അകത്ത്. അപ്പം ഓരോ വ്യക്തിയിലും അയ്യപ്പ സ്വാമിയാണ് ഇരിക്കുന്നത്. സ്വാമി നിന്റെ അകത്തോ, അയ്യപ്പൻ എൻ്റെ അകത്ത്, അയ്യപ്പൻ എൻ്റെ അകത്ത്, സ്വാമി നിന്റെ അകത്തോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ആ ഭഗവാൻ തൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് ഉറപ്പിക്കലാണ് പേട്ടതുള്ളല്. ഇതുപോലെയായി ഗോപികമാര്. മനസ്സിലായോ? ആ ഗോപികമാരെ ഉദ്ധരിച്ച് എങ്ങനെയാകണം ഒരു ഭക്തൻ തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഭഗവാനെ നേടി ചിരപ്രതിഷ്ഠയാക്കേണ്ടത് എന്നതാണ് ഭാഗവതം പഠിപ്പിക്കുക. അതുകൊണ്ടാണ് ഇത് ഭാഗവതത്തിൻ്റെ പ്രാണനാണെന്ന് പറഞ്ഞത്. 5 അധ്യായങ്ങളിലായിട്ടാണ് ഏതുള്ളത്? ഈ രാസലീല ഉള്ളത്. രാസലീല എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? രാസം എന്നത് തിരിച്ചിട്ടാൽ എന്തുവരും? രാസം, രസം അല്ലേ? ഭാഗവതത്തിന്റെ രസമാണ്. ഈ സമയത്ത് രസമൊന്നും കേൾക്കാൻ പാടില്ലാത്ത വാക്കാ. ചിലർ ആ സമയത്ത് രസം എന്നൊക്കെ കേട്ടാൽ വാച്ചി നോക്കും, പിന്നെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നൊന്ന് കുലുങ്ങും, പിന്നെ ഒന്ന് ഞെളിയും, അടുത്തിരിക്കുന്ന ആളെ ഒന്ന് ചോണ്ടും, പോയി വരാമെന്ന്. മനസ്സിലായില്ലേ? പോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, വരക്കം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാ സംഭവിക്കുന്നത്. കേട്ട ചില വാക്കുകൾ അപകടകരമാണ്. പക്ഷെ ഇവിടെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. രാസം തിരിച്ചിട്ടാൽ രസം. ഭാഗവതത്തിന്റെ പൂർണ്ണ രസമാണ് ഈ ലീല. ഇത്ര പ്രാധാന്യമുണ്ട്. ഇനി രാസം എന്നതിൻ്റെ മറ്റൊരു വാക്കർത്ഥം എന്താ? ബ്രഹ്മം. മനസ്സിലായില്ലേ? ബ്രഹ്മലീലയാണ്. ബ്രഹ്മം ഈശ്വരനാണ്. മനസ്സിലായില്ലേ? ഈശ്വരലീലയാണ്, ബ്രഹ്മ ലീലയാണ്. അവിടെ ഭൗതിക വ്യവഹാരത്തിന് അർത്ഥമില്ല. മനസ്സിലായില്ലേ? ആത്മബോധത്തിലേക്ക് ചേരുകയാണ്, ഒഴുകി ചേരുകയാണ്. ഭേദങ്ങളില്ലാത്ത അദ്വൈതാനുഭവത്തിലേക്ക് ഗോപികമാർ വന്നു ചേർന്നു. ഏറ്റവും ടോപ്പിലേക്ക് എത്തുകയാണ് ഭാഗവതം. മനസ്സിലായില്ലേ? ഭാഗവതത്തിന്റെ ഏറ്റവും ടോപ്പിലേക്ക് 5 അധ്യായങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിനെ പ്രാണൻ എന്നും. പഞ്ചപ്രാണൻ. പ്രാണനെ നമ്മൾ 5 തരത്തിൽ പറയും. എന്തൊക്കെയാണ്? പ്രാണൻ, സമാനൻ, വ്യാനൻ, ഉദാനൻ, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അപാനൻ. 5 തരം പ്രാണനുണ്ട് ശരീരത്ത്. മൊത്തം 10 ഉണ്ട്. ബാക്കിയുള്ള 5 ഉപപ്രാണൻ. പ്രധാനമായ പ്രാണൻ 5 വ്യവഹാരം. ഈ പ്രാണൻ കൃത്യമല്ലെങ്കിൽ ശരീരം രോഗഗ്രസ്തമായി മാറും. ശരീരത്തെ രോഗഗ്രസ്തമല്ലാതാക്കി നിലനിർത്തുന്നതിൽ പ്രാണന്റെ വ്യവഹാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മനസ്സിലായില്ലേ? ഈ പ്രാണനാണ് ശരീരത്തിലെ വാതപിത്ത കഫങ്ങളെ കൃത്യമാക്കുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ താപനില ക്രമീകരിക്കുന്നത്, ശരീരത്തിനെ മുഴുവൻ എനർജറ്റിക് ആക്കി നിർത്തുന്നത്, ശരീരത്തിന് ആവശ്യമുള്ള പോഷകാംശങ്ങൾ എല്ലായിടവും എത്തിക്കുന്നത്, രക്തചംക്രമണ വ്യവസ്ഥയെ കൃത്യമാക്കുന്നത്, ഓരോ ഗ്ലാൻസിൻ്റെയും പ്രവർത്തനത്തെ കൃത്യമാക്കി അതാത് ഹോർമോൺസിൻ്റെ ലെവൽ കൃത്യമാക്കുന്നത്, ഓരോ അവയവങ്ങളെയും കൃത്യമായ തലത്തിലേക്കൊക്കെ ഉയർത്തി നിർത്തുന്നത് മുഴുവനാരാ? ഈ പ്രാണനാണ്, ഈ പഞ്ചപ്രാണൻ. അപ്പൊ ഭാഗവതത്തിന്റെ പരമമായ പഞ്ചപ്രാണൻ ഭക്തി കൊണ്ട് ജ്ഞാനബോധത്തിലേക്ക് എത്തി ഭഗവാനിൽ ചേരുക എന്നുള്ളതാണ്. അതാണ് രാസലീല. മനസ്സിലായോ?